നീ എന്താ അമൃത ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നെ? അമ്മായിയെ ശുശ്രൂഷിക്കാൻ ഒരു അവസരം കിട്ടുന്നത് ചെറിയ കാര്യമാണോ? ഇത്രയും കാലം നീ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഈശ്വരനായിട്ട് അങ്ങനെ ഒരു അവസരം തന്നു എന്ന് കരുതിയാ മതി. ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ടാ. ഡോക്ടർ കണ്ടു, കുഴപ്പമൊന്നുമില്ല. ഇന്ന് തന്നെ പോവാം. അയ്യോ, അങ്ങനെ പോയാൽ എങ്ങനെയാ? എനിക്ക് ഒരു ഫുൾ ബോഡി ചെക്കപ്പ് വേണം. അത്രയും ഉയരത്തിന്ന് വീണതല്ലേ, എന്തൊക്കെയാ പറ്റിയെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. അയ്യോ, അതിനൊക്കെ ഒരുപാട് പൈസയാവും. നേരത്തെ പറഞ്ഞില്ലെന്ന് വേണ്ട. എത്ര പൈസ ആയാലും പ്രശ്നമില്ല. നിങ്ങളുടെ അമ്മായിക്ക് പൈസക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. എത്ര ലക്ഷം രൂപയായാലും പ്രശ്നമില്ലെന്ന് നീ ഡോക്ടറോട് പോയി പറ. അമൃതേ, അവസാനം ടെസ്റ്റുകളൊക്കെ കഴിയുമ്പോ പൈസ ഇല്ലാന്നും പറഞ്ഞ് കൈമലർത്തല്ലേ. കൈമലർത്തിയാലേ എനിക്കൊന്നുമില്ല. എന്നെ സഹദേവേട്ടൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് പോവും. പക്ഷേ നിന്റെ അനിയത്തിയെ ജയിലിൽ നിന്ന് ഇറക്കാൻ നീ കുറച്ച് പാടുപെടും. തിരിച്ചു പോകുന്നത്? ഇവിടെ ഇങ്ങനെ ഫുൾ ടൈം നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ആരെങ്കിലും അടുത്തുണ്ടാവണം, അത്രേ ഉള്ളൂ. എന്തു പറ്റി മോളെ? അവിടെ നിൽക്കാൻ പറ്റില്ല ചേച്ചി. എന്നോടുള്ള സ്നേഹം കൊണ്ട് വിളിച്ചോണ്ട് പോയതൊന്നുമല്ല. ഭീഷണിപ്പെടുത്താനും വീട്ടു ജോലി എടുപ്പിക്കാനും കൊണ്ടുപോയതാ. ഭീഷണിപ്പെടുത്താനോ? ഞാൻ മനഃപൂർവ്വം അമ്മായിയെ തള്ളിയിട്ടാണെന്നും പറഞ്ഞ് കേസ് കൊടുക്കുന്നു പറഞ്ഞു. സിഐക്ക് അമർദ്ദിച്ചോട് ദേഷ്യമുള്ളത് കൊണ്ട് ഉറപ്പായിട്ട് നടപടി ഉണ്ടാവും, എന്നെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. നീ അത് കേട്ട് പേടിച്ചു? പേടിക്കാതെ പിന്നെ എങ്ങനെയാണ് ഗീസി? ഇതുവരെ അവരൊക്കെ കൂടെ നമുക്കെതിരെ ചെയ്തതൊക്കെ ഓർമ്മയില്ലേ? എല്ലാവരും അവരുടെ കൂടെയാ, പോലീസും കോടതിയും ഒക്കെ. അവർക്ക് നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അത് നമുക്ക് നോക്കാം. വീട്ടിലിരിക്കാൻ പറഞ്ഞിട്ട് നീ ഇങ്ങോട്ട് പോകുന്നത് എന്തിനാന്ന് പറ. അവിടെ ഇരിക്കാൻ പറ്റില്ല ചേച്ചി. ദിവ്യപ്രഭയെ കൊണ്ട് ഒരുപാട് ശല്യമാ. എപ്പോഴും പിന്നാലെ വന്ന് ഓരോ ജോലികൾ പറയും. അമ്മാവനും ആകാശേട്ടനും അവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു പരാതി പറയാൻ പോലും നിവർത്തിയില്ല. വീട്ടിലൊന്നും കഴിക്കാനുണ്ടാക്കിയിട്ടില്ല. ഓൺലൈൻ ഓർഡർ ചെയ്ത ഭക്ഷണം വന്നപ്പോ അതും വാങ്ങിച്ചെടുത്തു. അപ്പോ നീ ഒന്നും കഴിച്ചില്ലേ? ഇല്ല. നീ വാ മോളെ, നമുക്ക് ക്യാൻറ്റീനിൽ എന്തെങ്കിലും കഴിക്കാം. കുറച്ച് കഴിയട്ടെ ചേച്ചി, എനിക്ക് അമർദേശി ഒന്ന് കാണണം. കാലിന് നല്ല വേദന. ആ വീഴ്ചയിൽ പറ്റിയതാ. ഒന്ന് തിരുമ്മി താമൃത്. ശരിക്ക് വേദനയായോണ്ട് പറഞ്ഞതാ. അമൃതേച്ചി, നീ തിരിച്ചു പോന്നോ? നീ വീട്ടിൽ പോയിരിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി അവിടുത്തെ പണിയൊക്കെ തീർക്കാനാന്ന്. ഇവിടെ ഇപ്പൊ നിന്റെ ആവശ്യമൊന്നും ഇല്ല. എല്ലാ കാര്യങ്ങളും നിന്റെ ചേച്ചി ചെയ്തു തരുന്നുണ്ട്, ഇല്ലേ അമൃതേ? ചേച്ചി ഒന്ന് വന്നേ. വാ ചേച്ചി. ചേച്ചി, വീട്ടിൽ പോയി നിൽക്കുന്നതിനേക്കാളും ഭേദം ഇവിടെ നിൽക്കുന്നതാ. മാമി എന്തൊക്കെ പറഞ്ഞാലും ഒരു മയമുണ്ട്. അതുമാത്രമല്ല, ഇതൊരു ആശുപത്രിയല്ലേ, ഇവിടെ ആരും എന്നെ തല്ലൊന്നും ഇല്ലല്ലോ. വീട്ടിൽ പോയാ ആ ഉറപ്പൊന്നും എനിക്കില്ല. ദിവ്യച്ചിക്ക് ശരിക്കും ഭ്രാന്താ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്നെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാവോ? കല്യാണം
കല്യാണം കഴിഞ്ഞ് അയച്ചില്ല എന്ന് വിചാരിച്ചാ മതി. ഞാൻ പഴയതുപോലെ ചേച്ചിയുടെ കൂടെ കഴിഞ്ഞോളാം. എന്താ എന്റെ കുട്ടി ചോദിക്കുന്നത്? അങ്ങോട്ട് വരാൻ എനിക്ക് എന്റെ അനുവാദം വേണോ? നിന്റെ വീടാ അത്. പേടിയായിട്ടാ ചേച്ചി, ശരിക്കും പേടിയായിട്ടാ. മോള് സങ്കടപ്പെടാതെ, ആകാശ് വരട്ടെ, നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കാം. വേറെ ആരൊക്കെ എതിർത്താലും ആകാശം നിന്റെ കൂടെ നിൽക്കും, അത് ചേച്ചിക്ക് ഉറപ്പാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.